മാതാപിതാക്കൾ അമേരിക്കൻ പൗരന്മാരോ സ്ഥിരതാമസക്കാരോ അല്ലാത്ത കുട്ടികളുടെ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രവാസികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഫെബ്രുവരി 20 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ ഉത്തരവനുസരിച്ച് വിനോദസഞ്ചാരികൾ, വിദ്യാർത്ഥികൾ, തൊഴിൽ വിസ ഉടമകൾ എന്നിവരുടെ ഉൾപ്പെടെ വിദേശ പാസ്പോർട്ട് ഉടമകൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ഇനി അമേരിക്കൻ പൗരത്വം ലഭിക്കില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അമേരിക്ക മാത്രമാണെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ നിയമം കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രീൻ കാർഡുകൾക്കായി കാത്തിരിക്കുന്ന ദശലക്ഷത്തിലധികം ഇന്ത്യക്കാരെ ഇത് കാര്യമായി ബാധിക്കുമെന്ന റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ആശ്രിതർ ഉൾപ്പെടെ 1.2 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ 1, 2, 3 തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് വിഭവങ്ങളിൽ പെടുന്നവരാണെന്നാണ് റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നത്. പ്യൂ റിസർച്ച് സ്ഥാപനം വിശകലനം ചെയ്ത അമേരിക്കൻ സെൻസസ് ഡേറ്റ ശരിക്കും കാണിക്കുന്നത് 2022 കണക്കുകൾ പ്രകാരം അമേരിക്കയിൽ ഏകദേശം 4.8 ദശലക്ഷം ഇന്ത്യൻ അമേരിക്കക്കാർ താമസിക്കുന്നുണ്ടെന്നും അവരിൽ 34%, അതായത് 1.6 ദശലക്ഷത്തിലധികം ജനനം കൊണ്ട് അമേരിക്കൻ പൗരത്വം നേടിയിട്ടുള്ളവരുമാണെന്നാണ്. ഇന്ത്യൻ അമേരിക്കക്കാരിൽ പകുതിയോളം പേരും 4 സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും താമസിക്കുന്നത്. പക്ഷേ ട്രംപിന്റെ ജന്മാവകാശ ഉത്തരവ് അമേരിക്കയിൽ വ്യാപകമായ പ്രതികരണത്തിന് വഴിതെളിച്ചിട്ടുമുണ്ട്. അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരും പൗരാവകാശ ഗ്രൂപ്പുകളും ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ജന്മാവകാശ ഉത്തരവുമായി ബന്ധപ്പെട്ട വിഷയം അമേരിക്കൻ സുപ്രീം കോടതിയിലെത്താൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വെല്ലുവിളിയാകുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുമുണ്ട്. ഭൂരിപക്ഷം യാഥാസ്ഥിതിക ജസ്റ്റിസുമാരും ട്രംപിന്റെ 14ാം ഭേദഗതിയുടെ പുതിയ വ്യാഖ്യാനത്തോട് യോജിക്കുമെന്നാണ് നിലവിൽ കരുതപ്പെടുന്നത്.